അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ പാചകം തന്നെയാണ് കേട്ടോ. ഇവിടെ പെരുമഴ പെയ്തെങ്ങാണ്ടിരിക്കുന്നുണ്ട്. നേരം മുഴുക്കുമ്പോൾ തന്നെ പെരുമഴയാണ് കേട്ടോ. അപ്പോൾ എന്നും പറയണമായി തന്നെ നമ്മൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള നല്ല അഭിപ്രായങ്ങളും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും നമ്മൾ എഴുതി അറിയിക്കണം കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ലൈക്ക് വളരെ കമ്മിയാണ്. നിങ്ങൾ 5 മിനിറ്റ് വീഡിയോ കണ്ടതിൻ്റെ ശേഷം ലൈക്ക് കൊടുക്കുക. അപ്പം നമ്മളിതാ പതിവ് പോലെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇന്നും ചായ ഞാൻ കാച്ചുന്നുണ്ട് കേട്ടോ. ഒന്ന് നമ്മളെ മോനൂനും ചാലൂനും ചായ വേണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അളന്ന് കാച്ചാണ് കേട്ടോ. കോപ്പയ്ക്ക് പാലെടുത്തിക്കണം, അതിനാണ്. ചായ കുടിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇന്നലെ ബാബു വന്നപ്പോൾ പ്ലം കേക്ക് കൊടുന്നിട്ടുണ്ട്. അപ്പോൾ അതിക്കൊക്കെ പാൽ ചായ കുടിക്കുന്ന ഒരു പ്രത്യേക രസമാണല്ലോ. അപ്പം നമ്മൾ ചായ കാച്ചുന്ന 5:20 5:20 ചായ കാച്ചാനുള്ള കാരണം മോന് നിസ്കാരം കഴിഞ്ഞ് വന്ന് നല്ല സമാധാനത്തിൽ ചായ കുടിച്ചോട്ടെ വെച്ചിട്ടാ. പിന്നെ നമുക്കിന്ന് കറിക്ക് കിട്ടിക്കുന്ന സാമ്പാറിനുള്ള കഷ്ണങ്ങളാണ് കേട്ടോ. സാമ്പാറില്ലെങ്കിലും ഇല്ല കഷ്ണം കൊണ്ട് നമ്മൾ നല്ലൊരു അടിപൊളി സാമ്പാർ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ കിടക്കുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞിരുന്നുണ്ടോ, നേരത്തെ വിളിക്കണം, നേരത്തെ വിളിച്ചാലേ സമാധാനത്തിൽ ചായ കുടിച്ചാൻ പറ്റുള്ളെങ്കിൽ എളുപ്പം കുടിച്ചു പോകുമ്പോൾ അതിൻ്റെ രസം അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ നേരത്തെ തന്നെ വിളിച്ചിട്ടുണ്ട്. 4:50 നമ്മളെ മോനൂനെ വിളിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നിട്ട് ചായ സമാധാനത്തിൽ കുടിച്ച് പൊയ്ക്കോട്ടെ വെച്ചിട്ടാണ്. അപ്പോൾ അത് ഒരു ഗ്ലാസ് ചായ ഓനക്ക് കൊടുത്തിട്ട് ബാക്കി ഞാൻ കോപ്പയിലോ അല്ലെങ്കിൽ ആ പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ എന്നാൽ അപ്പം ഒന്ന് ചൂടാക്കി കൊടുക്കുകയും ചെയ്യാം. ഈ കേക്കാണ്ട ചായക്ക് കടിക്കുക. അപ്പോൾ തോനൊന്നും കൊടുക്കണില്ല, ഒരു കേക്കാണ് കൊടുത്തിക്കണത്. ഇന്നൊറ്റയ്ക്ക് പോകണ്ടല്ലോ, ഇനി സ്കൂളിട്ട് വന്നാലും ഇതേ കാര്യം ചോദിക്കുക. അതിൻ്റെ ശേഷം ഞാനിതാ പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ സാമ്പാർ വെക്കണം കേട്ടോ. കറിയൊക്കെ നേരത്തെ വെക്കണം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ ചായക്ക് കടി ഉണ്ടാക്കുമ്പോൾ അതിക്ക് വേറൊരു കറി വെക്കണ്ടല്ലോ വെച്ചിട്ടാണ്. പരിപ്പ് തിളച്ച് ഊക്കണതിനാണ് ഒരു ലേശം വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുത്ത് അടുപ്പത്ത് വെച്ചാൽ നമ്മൾ ഈ അടപ്പിൻ്റെ മേലെ കൂടെ ഒന്നും പോകൂല കേട്ടോ. അത് വേവുമ്പത്തിന് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ശരിയാക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറുള്ളി ലേശം നന്നാക്കി വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി ലേശം നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാറിൽ ലേശം കഷ്ണങ്ങൾ അതിലിപ്പോൾ ചേർക്കണില്ല കേട്ടോ. അതാ 2 വഴുതനങ്ങ ഉണ്ടായിരുന്നു, അതും മുരിങ്ങാക്കായും ഞാൻ ഒരു വിസിൽ വന്നതിൻ്റെ ശേഷമാണ് ഇത് ചേർക്കുള്ളൂ കേട്ടോ. എന്നാൽ വഴുതനങ്ങയുടെ കട്ടൊന്നാണ് പേയ്ക്കോടെ തോനെ കഷ്ണങ്ങളൊന്നും നുറുക്കിങ്ങാണ്ട് ഇതാക്കാമല്ലോ. എത്ര സാമ്പാർ വെച്ചാലും ഇവിടെ ഭയങ്കര ചിലവേ, കാരണം സാമ്പാർ നല്ല ഇഷ്ടമാണ്. പിന്നെ സാമ്പാർ വെക്കണം എന്നൊക്കെ ഒരു പപ്പടം വേണമെന്ന്, പപ്പടമൊന്നും ഇല്ല കേട്ടോ. പിന്നെ കിഴങ്ങിൻ്റെ തോല് കളയാതെയാണ് നമ്മൾ കിഴങ്ങ് എടുക്കണത്. നാളെ ആരോ കമൻറ്റ് എഴുതിയിരുന്നു, കിഴങ്ങിൻ്റെ തോലെന്താ കളയാത്തതെന്ന് ചോദിച്ചു. അത് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. കിഴങ്ങിൻ്റെ തോലെന്താ കളയാത്തതെന്നുള്ളത് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ക്യാരറ്റാണ് കൊടുന്നിക്കണത്, 2 ബീൻസ് ഉണ്ട്, 2 തക്കാളി, 2 വെല്ലുള്ളി, അങ്ങനെയൊക്കെയാണ് നമ്മളെ സാമ്പാർ വെക്കണത്. എന്നാലും വേണ്ടില്ല, സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കഷ്ണത്തിലൊന്നും പ്രത്യേകത ഇല്ല. നമ്മളെ വെപ്പൊന്ന് നന്നാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് നല്ല ഇഷ്ടപ്പെടുമല്ലോ, അതല്ലേ നമ്മൾക്ക് വേണ്ടത്. പിന്നെ ഞാനിതാപ്പത്തിന് നമ്മളെ പരിപ്പ് വെന്തിട്ടുണ്ട് കേട്ടോ. പരിപ്പ് നല്ലോണം 2-3 വിസിലടിച്ചിട്ടുണ്ട്. പതച്ച് പൊന്തിയിട്ടൊന്നുമില്ല. കണ്ടില്ല നമ്മൾ ലേശം വെളിച്ചെണ്ണ ഒറ്റിച്ചാൽ ഇങ്ങനെ ഒരു ഉപകാരം നമുക്ക് കിട്ടും. പിന്നെ അതുമല്ല, നമ്മൾ ഈ അടപ്പുമ്മ കൂടെ പരിപ്പ് പോയിട്ടുണ്ടെങ്കിൽ മോറാൻ എന്തോ ഒരു പ്രയാസമായി. കാരണം പിന്നെ വെള്ളം പാർന്ന് പുതിർത്തി ഉണ്ടാക്കിയിട്ടൊക്കെ വേണമല്ലോ. അങ്ങനെ കഷ്ണങ്ങൾ ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ പരിപാടി വെച്ചാൽ ഞങ്ങൾക്ക് ഒന്നും ഉപ്പേരിക്കും കെട്ടിക്കണം, വേറെ ഒന്നും കെട്ടിയിട്ടില്ല. കിഴങ്ങാണ്. കിഴങ്ങുകൊണ്ട് ഞാൻ മസാല കൂട്ടാൻ വെക്കുക. ഈ തമിഴ്നാട്ടിലൊക്കെ മസാല കൂട്ടാൻ വെച്ചാൽ പ്രധാനമാണ്. പക്ഷെ നമ്മൾ ആരും വെക്കൂല. നല്ല മട്ടത്തിൽ മസാല കൂട്ടാൻ വെക്കണം. അങ്ങനെ പരിപ്പൊക്കെ നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ട് പരിപ്പ് നല്ലോണം വെന്തൊടയാണ് കേട്ടോ. പരിപ്പ് നല്ല വെന്താലും നമ്മളൊരു മന്ദങ്കോലോ കയ്യിലൊക്കെ എടുത്തുകൊണ്ട് അത് തരില്ലാതെ നമ്മൾ നല്ല ഇതാക്കണം. എന്നാലേ നമ്മളെ സാമ്പാർ നല്ല അടിപൊളിയായിരിക്കുള്ളൂ. കല്യാണപ്പഴയിലൊക്കെ നമ്മൾ സാമ്പാർ തിന്ന് ചോറ്റിക്കൊഴിച്ച് തിന്നുമ്പോൾ കാണാമല്ലോ, പരിപ്പ് തന്നെ കാണൂല, പരിപ്പ് ഇട്ടുക്കണമെന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ പരിപ്പിക്ക് ഇതാ കഷ്ണങ്ങളും ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് മുളകും പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഒറ്റ വിസിലുള്ളോട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഇതാക്കുള്ളൂ. അപ്പോൾ കുക്കർ അടുപ്പത്തിരിക്കട്ടെ. അതിലിടക്ക് നമ്മളെ ഷാലു വന്നിട്ടുണ്ട്. വന്ന പാടന്നെ എന്താ പറയണത്, ഇക്ക് ചായ വേണം, പ്ലം കേക്കും വേണം, അല്ലെങ്കിൽ ചായ കുടിക്കാത്ത ആൾക്കാരാണ്. ഒരു ഗ്ലാസ് പച്ച വെള്ളം കുടിച്ചിട്ടാണ് മദ്രസക്ക് പോവുക. അപ്പോൾ കുറേ ദിവസമായിക്കണം ചായക്ക് ഇങ്ങനത്തെ കടിയൊക്കെ കിട്ടിയിട്ട് കേട്ടോ. അങ്ങനെ ബേക്കറി ഐറ്റംസ് ഒന്നും ഇപ്പം അങ്ങനെ കൊണ്ടുവരലില്ല.
അപ്പോൾ അതങ്ങനെ വെച്ചു. അതിൻ്റെ ശേഷം അതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കടുക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 മണി വലിയ ജീരകം ഇടുക കേട്ടോ. വലിയ ജീരകം ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം മൂത്ത് വന്നതിന് ശേഷമാണ് ഇതൊക്കെ ഇട്ട് കൊടുത്തത്. അതിക്ക് എന്നിട്ട് ഞാൻ ഇറച്ചി മസാല ഇട്ട് കൊടുക്കുക. അത് ബീഫ് ആയാലും വേണ്ടില്ല, ചിക്കൻ ആയാലും വേണ്ടില്ല കേട്ടോ. നമ്മളെന്തായാലും വേണ്ടില്ല, ബീഫ് മസാല ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ കിഴങ്ങ് എന്ത് കാട്ടുക, കനല്ലാതെ നുറുക്കുക. നല്ല കനത്തിൽ നുറുക്കരുത്, കനല്ലാതെ നുറുക്കിയിട്ട് നമ്മൾ ഇതാ കഴുകി കൊടുന്ന് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ലേശം വെള്ളം പാർന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, അതൊന്നൊന്ന് കത്തിച്ച് നല്ല സ്പീഡിൽ കത്തിക്കണ്ട, കുറച്ച് വെക്കുക. കാരണം നല്ല കത്തിച്ച കിഴങ്ങ് വേവൂല കേട്ടോ. അതിനാണ് ആ പരിപാടി ചെയ്യണത്. പിന്നെ നമ്മൾ തോനെ വെള്ളം പാർന്നിട്ടില്ലല്ലോ. അതിലിടയ്ക്ക് നമ്മൾ ഷാലു ചായ കുടിച്ചാൽ വന്നിട്ടുണ്ട്. ഓനക്കും ഒരു പ്ലം കേക്കും ഒരു ഗ്ലാസ് പാൽ ചായയും കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ ഇരുന്ന് സമാധാനത്തിൽ കുടിച്ചാൽ ഇന്ന് എങ്ങനെ ആയാലും നേരത്തെ നീച്ചിട്ടുണ്ട് നമ്മളെ 2 മക്കളും. പിന്നെ ഇതന്ന് ചായക്കടി ദോശ തന്നെ ഉണ്ടോ, സാമ്പാറും ദോശയാണ്. ഇതിന് പിന്നെ മട്ടിപ്പൊന്നും ഇല്ലല്ലോ, അത് പിന്നെ കേടുമില്ല. അപ്പം ഇതാണ് കേട്ടോ. അങ്ങനെ അത് കലക്കിയപ്പത്തിന് ഇത് നമ്മളെ കുക്കർ ഒരു വിസിൽ വടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ ഓഫ് ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എയറൊന്നും പോവാൻ നിന്നിട്ടില്ല, ഒന്നും വലിച്ച് പൊന്തിച്ച് അതിൻ്റെ എയർ കളഞ്ഞിട്ടുണ്ട്. ഷാലു മദ്രസക്ക് പോയിട്ടുണ്ട്. സമയം ഇപ്പോൾ എങ്ങനെ ആയാലും 6:20 ആയിട്ടുണ്ട് കേട്ടോ. 6:20 ഷാലു മദ്രസക്ക് പോയി. അങ്ങനെ എയറൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ വൈതനങ്ങി മുരിങ്ങാക്കായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം പാടത് അടുപ്പത്ത് വെക്കണം. അപ്പോഴും ഞാൻ എന്താ വെച്ചെന്ന് വെച്ചാൽ ഇതിൻ്റെ അടച്ചിട്ട് ഒരു വിസിൽ വരുത്തും. ഒറ്റ വിസിൽ കേട്ടോ. രണ്ടാമത്തെ ഒരു വിസിലിന് കാത്തുക്കൂല. ഒരു വിസിൽ വന്നതിൻ്റെ ശേഷം അതിൻ്റെ എയർ ഒഴിവാക്കാട്ട് ചെയ്യുക. കുറച്ച് നേരം അങ്ങനെ വെച്ചതിൻ്റെ ശേഷം എയർ ഒഴിവാക്കുക. അല്ലെങ്കിൽ നമ്മളെ മുരിങ്ങാക്കായൊക്കെ ഒന്നുകൊണ്ട് വിരിഞ്ഞുങ്ങാണ്ട് നിൽക്കും കേട്ടോ. പിന്നെ നമുക്ക് കിട്ടിക്കണത് ചൂരമീനാണ് കിട്ടിക്കണത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇന്ന് കറി വെക്കണില്ലല്ലോ, മീൻ കറി കൂട്ടി മടുത്തുക്കണം. ഇപ്പം എങ്ങനെയായാലും 2 ദിവസമായിട്ട് പച്ചക്കറിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ തലയും വാലും ഒക്കെ എടുത്തുങ്ങാണ്ട് ഒരു പാത്രത്തിൽ വെച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാനാണ് കേട്ടോ അത്. പിന്നെ നല്ല കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് അതിക്ക് നമ്മൾ ചേരുവകളൊക്കെ ചേർത്ത് നല്ല മസാല കൂട്ടി കുറച്ച് നേരം വെക്കട്ടെ. അതിൻ്റെ ഒരു പരിപാടിയിലാണ് കേട്ടോ. ഇനി ഇതിവിടെ ഇരുന്നോട്ടെ. ബാക്കി നമ്മളെ മസാല കൂട്ടാൻ എന്തായിക്കണമെന്നൊന്ന് നോക്കി വെക്കുക. കടല നല്ലൊരു മണം കേട്ടോ, ജീരകത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പം നമ്മൾ മസാല ഏകദേശം ശരിയായി വന്നിട്ടുണ്ട്. കിഴങ്ങ് നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വല്ലാതെ കുത്തി ഉടക്കരുത്, അത് കുത്തി ഉടച്ചാൽ വേറെ പരുവത്തിൽ അങ്ങോട്ടാവും. അങ്ങനെ അത് വാങ്ങിയിട്ട് ഞാൻ ചോറ്റുംകാല അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി പായൊക്കെ ഒന്ന് മടക്കി വരട്ടെ. കടക്കപ്പായ അങ്ങനെ കടക്കല്ല. അപ്പം ഞാൻ ലേറ്റ് ഇടാത്ത എന്താ വെച്ചാൽ നമ്മൾ മുണ്ടൊക്കെ ഒന്ന് ചുറ്റി കെട്ടിക്കാണ്. പിന്നെ യൂണിഫോമൊക്കെ ഒന്ന് മാറ്റം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ലേറ്റ് ഇടാതെ അതൊക്കെ കൊണ്ടുപോയി വെച്ച് വന്ന് നമ്മൾ കുക്കർ തുറന്നപ്പോഴതാ കഷ്ണങ്ങളൊക്കെ നല്ല അടിപൊളിയിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, കഷ്ണങ്ങളൊന്നും വെന്തുടഞ്ഞിട്ടില്ല. അതിൻ്റെ ശേഷമാണ് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നത്. പുളി ഞാൻ പിന്നെ കഷ്ണങ്ങൾ നേർത്തിട്ട് കൊടുത്തപ്പോൾ തന്നെ പുളി പാർന്നിട്ടുണ്ട്. അപ്പോൾ കിഴങ്ങിൻ്റെ കോലൊന്ന് നോക്കി, അതുപോലെ ഇല്ല കിഴങ്ങ്. ഇതാണ് കിഴങ്ങ് തോല് ചെത്തിയിട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് കിഴങ്ങ് കിട്ടൂല. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങോട്ട്. ആ തിന്നണ നേരത്തെ അതിൻ്റെ തോലിന് ചീതിങ്ങാണ്ട് തിന്ന് നോക്കൊണ്ടു. അങ്ങനെ സാമ്പാർ ഞാൻ മാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പത്തിന് നമ്മൾ ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയായാലും അരി തീമടട്ടെ. അരി തീമിട്ട് അതവിടെ കടന്ന് വെന്തോളും. എന്നിട്ട് വേണം നമുക്ക് സാമ്പാർ ഒന്ന് സാമ്പാർ കടു പൊട്ടിച്ചുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഞാൻ ചോറ്റിൽ നിന്ന് ലേശം വെള്ളം അവിടെ മുക്കി വെച്ചിട്ടുണ്ട്. ഫ്രഷ് കുടിച്ചിട്ടില്ല കേട്ടോ. ആരോ ചോദിച്ചിരുന്നു ന്യൂട്രീഷൻ കുടിക്കണ്ടോ, ഞാൻ ന്യൂട്രീഷൻ കുടിച്ചിരുന്നു. എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ ഇൻഷാ അള്ളാ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോയിൽ പറയണ്ടേ, നിങ്ങൾ കമൻറ്റ് ചെയ്തോണ്ടു. അങ്ങനെ വെളിച്ചെണ്ണയിലാണ് ഞാൻ കടുക് പൊട്ടിച്ചത്. ഞാൻ ലേശം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കടുക് ഇട്ട് കൊടുക്കുക. പൊട്ടിപ്പൊരിയുമ്പോൾ ഞാൻ 2 ഉണക്കമുളകൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് എങ്ങനെയായാലും ഉണക്കമുളക് നമ്മളവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പ് അതുപോലെ തന്നെ കായപ്പൊടിയൊക്കെ ഉണ്ട്. നമ്മൾ സാമ്പാറിലിട്ട് ഒരു പ്രത്യേക ചൂരും മണമൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ സാമ്പാറിൻ്റെ കോലൊന്നും ഇങ്ങോട്ട് നോക്കി നോക്കി ഇതിൽ പരിപ്പുണ്ടെന്ന് തോന്നും. എന്നാൽ നല്ല കുറുന്നനല്ലേ, എന്നാൽ നല്ല വെള്ളം പോലെ അല്ലേ കേട്ടോ. അപ്പം നല്ല അടിപൊളി സാമ്പാറാണ്. അവസാനം സാമ്പാർ പൊടി ഇട്ട ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മൾ സാമ്പാറിന് ഉണ്ടാവും. അപ്പോൾ കണ്ടറിഞ്ഞ് ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അല്ലറ ചില്ലറ പരിപാടിയും പാടുണ്ട്. അപ്പം ഇനി അത് ചെയ്യാം. അപ്പം ഞാൻ തിരുമ്പാൻ നിൽക്കാൻ പോവുമായിരുന്നു. അപ്പോൾ പെരും മഴയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവിടെ ഇരുന്നുങ്ങാണ്ട് ഫ്രഷ് കുടിച്ചു. ഈ നേരം വെളുക്കുമ്പോൾ തന്നെ മഴ ആയാൽ നമുക്ക് പുറത്തേക്ക് ഒരു പണിക്കും ഇറങ്ങാൻ പറ്റൂലല്ലോ. മുറ്റടിക്കാണ്ട് അടുക്കള പണി കഴിഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. എന്നാലും വേണ്ടില്ല മഴ പെയ്യട്ടെ. മഴ പെയ്തിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ അവസ്ഥ എന്താകും.
പിന്നെ എന്താ നമ്മൾ ദോശ ചുടണു, നമ്മളെ മോന് വരാനായിട്ടുണ്ട് കേട്ടോ. ഈ ദോശ ചുടാൻ എത്രേ എളുപ്പമാണ്, ഒന്ന് സെർന്നനൊന്നും അങ്ങോട്ട് പാർന്ന് കൊടുത്താൽ എളുപ്പമുണ്ടല്ലോ പരിപാടി. അപ്പം അത് ഏകദേശം കഴിഞ്ഞപ്പോഴത്തേന് നമ്മളെ മോന് വന്നു. അപ്പോൾ ഓനക്ക് ഞാൻ ആ ചൂട് കൊടുക്കാൻ തന്നെ അപ്പം കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് എന്നോട് പറഞ്ഞു ഇച്ചിരി ഒരപ്പം അധികം ഇട്ടള, സാമ്പാറല്ലേ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഒരപ്പം കണ്ടറിഞ്ഞ് അധികം ഇട്ട് കൊടുത്തു. ഇനി വേണമെന്നുണ്ടെങ്കിൽ തിന്നും ചെയ്യാം. ഞാൻ 2 3 ഒക്കെ അധികമായിട്ട് ചുട്ട് വെച്ചിട്ടുണ്ട്. ഞോല് തിന്നില്ലെങ്കിലും അവിടെ അടച്ചു വെച്ചാൽ പിന്നെ സ്കൂളിൽ തന്നാൽ വേണമെന്നുണ്ടെങ്കിൽ തിന്നോളും, അല്ലെങ്കിൽ നമ്മൾ ആ അന്തിക്ക് തിന്നുമ്പോൾ അത് തിന്നും ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് മുരിങ്ങാക്കായും ക്യാരറ്റും നല്ല ഇഷ്ടം, പിന്നെ കിഴങ്ങും. ആ 2 3 കഷ്ണം എന്നോട് ചോദിച്ചത്, അപ്പോൾ അത് ഇട്ട് കൊടുത്ത് അത് അവിടെ തിന്നുന്നുണ്ട്. പിന്നെ ഞാൻ മീൻ പൊരിക്കട്ടെ കേട്ടോ. മീനുണ്ട് പൊരിക്കാനും. മീൻ ചട്ടി മോറാത്ത എന്താ വെച്ചാൽ ഇന്നലെ രാത്രിയിൽ മീൻ പൊരിച്ചപ്പോൾ അതിൽ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊരു പാത്രത്തിൽ കൊഴിച്ച് വെച്ചിട്ട് പിന്നെ അതൊന്ന് മോറിയിട്ട് ഇതാക്കണ്ടേ വെച്ചിട്ട് ഞാൻ ആ ചട്ടി അങ്ങനെ മാങ്ങി അടച്ച് വെച്ചതായിരുന്നു കേട്ടോ. അപ്പം നല്ല ചൂരമീനാണ്, ആക്കത്തിന് കടന്നങ്ങനെ വെന്തോട്ടെ. നമ്മൾ അരി ചോറ് ഇവിടെ തിളക്കുന്നുണ്ട്. അപ്പം ഞാൻ വെന്തുക്കണമെന്ന് ഒരിക്കൽ നോക്കി, അപ്പോൾ വെന്തിന്നില്ല. പിന്നെ ഞാൻ നോക്കി അപ്പോൾ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കൊട്ടക്കയിൽ മോനൂടാണ് ഊട്ടി വെച്ചിട്ട് മറ്റേത് അവിടെ വാർക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ഞാൻ മോനൂന് ഇനി ചോറാക്കാണ്. ഇതൊക്കെ പിന്നെ ദിവസേന വേണ്ട പരിപാടിയാണ്. ചോറ് കൊണ്ടുപോകണം. ഒരു ദിവസം ചോറ് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അന്ന് സ്കൂളിട്ട് വരുമ്പോൾ പൈച്ച് ചെറിയ ചിട്ടൈക്കാരൻ വരിക കേട്ടോ. അപ്പോൾ ഓനക്ക് ചോറൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഷാലൂന് പേരിയാക്കി കൊടുക്കും. പിന്നെ ഒരു സംഭവം ഉണ്ടായി, ഇതിപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണല്ലോ. ഞാൻ ഓനക്ക് കൂട്ടാൻ ഇങ്ങനെ ആക്കി കൊടുക്കും വട്ടപാത്രത്തിൽ, ഷാലൂന് ഒരു അളക്കിലാക്കി കൊടുക്കും. കാരണം ഓനക്ക് ഭക്ഷണം അവിടെ നിന്ന് കിട്ടുമല്ലോ. അപ്പം ഞാൻ ഈ അളക്കിൽ കൂട്ടാൻ വേറെ ആക്കിയിട്ട് ഈ വട്ടപ്പാത്രത്തുമ്പോൾ വെച്ചിട്ട് ഓനോട് പറഞ്ഞു ഇന്ന് എൻ്റെ ചോറും കൂട്ടാനെന്ന് പറഞ്ഞ എൻ്റെ പിഴവ്. കാരണം ഓ എന്ത് ചെയ്തുക്കണു, ആ അളക്കത്തെ കൂട്ടാനും കൊണ്ടുപോയിക്കണു, ഷാലുവിനില്ല കൂട്ടാനും കൊണ്ടുപോയിക്കണു, ഓൻ്റെ ചോറ്റും പാത്രത്തെ കൂട്ടാനും കൊണ്ടുപോയി. ഷാലു വന്നിട്ട് ചോറ് ചോറ്റക്ക് കൂട്ടാൻ ചോദിച്ചപ്പോൾ റേക്കുമ്മ ഉണ്ടാവുന്ന, റേക്കുമ്മ കാണാനില്ലമ്മ പറഞ്ഞു കേട്ടോ. അങ്ങനെ റേക്കുമ്മ പോകുമ്പോൾ കാണാനില്ല. എന്നിട്ട് ഞാൻ വേറൊരു അച്ചാറും കുപ്പി എടുത്ത് കഴുകി ഉണ്ടാക്കി ഓനക്ക് ആക്കി കൊടുത്തു. സ്കൂളിട്ട് വന്നപ്പോൾ ആ കുട്ടി ഇത് പറഞ്ഞു, അമ്മ ഷാലുവിൻ്റെ കൂട്ടാൻ ഞാൻ കൊണ്ടുവന്നു, അതുകൊണ്ട് കഴിച്ചില്ലായി, ഒരുപാട് കൂട്ടാൻ കിട്ടി, എല്ലാവർക്കും കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മളെ സിങ്ക് നിറച്ച് പാത്രമായിരുന്നു, അതൊക്കെ മോറി വെച്ചു. ഇന്നത്തെ വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മീൻ പൊരിച്ചതുണ്ട്, കിഴങ്ങ് മസാല സൂപ്പറാണ് ഉണ്ടാക്കി വെക്കൊണ്ടു. അതുപോലെ തന്നെ സാമ്പാർ, ദോശ. നമ്മളെ സമയം ഒന്നാണ് കണ്ടോളി കേട്ടോ. കണ്ടില്ലേ, 7:43 നമ്മൾ അടുക്കള പണി കഴിഞ്ഞു. ഷാലു വന്നിട്ടില്ല. അപ്പം ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടേ. അസ്സലാമു അലൈക്കും.